ഫ്രീ സർവീസ് പറയുമ്പോൾ പൂജ്യം നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഇപ്പം എല്ലാവരും നേരെ വണ്ടിന്റെ അടിഭാഗം നോക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അഭിനയിക്കുകയാണ്. പറ്റിച്ചുകൊണ്ടല്ല നിങ്ങൾ വണ്ടി കൊടുക്കേണ്ടത്. ടാറ്റക്ക് അങ്ങനെ 2 ബാറ്ററി ഇല്ല, ഒറ്റ ബാറ്ററി ഉള്ളൂ. ഫ്രണ്ട് ടയറിന്റെ ഉൾഭാഗം തേഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നമസ്കാരം, റഫ്മാഷാണ്. ഇന്നത്തെ വീഡിയോയില് എൻ്റെ വണ്ടിയുടെ 3ാമത്തെ ഫ്രീ സർവീസ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. 14,200 കിലോമീറ്റർ ആയ ഉടനെ സർവീസ് ഡ്യൂ എന്നുള്ള മെസ്സേജ് മീറ്ററിൽ കാണാൻ തുടങ്ങി. അത് ഏകദേശം 400 കിലോമീറ്റർ അങ്ങനെ ഓടി, ഡ്യൂവിൽ തന്നെ ഓടി. പിന്നെ എങ്ങനെ കാണിക്കുക, 400 കിലോമീറ്റർ, 350, 300 അങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു, കാരണം എന്താണെന്ന് ശേഷം കാണിക്കുക എന്നുള്ളതും അറിയണമല്ലോ. അങ്ങനെ അത് 0 പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓവർ ഡ്യൂ ആയി. 1, 5, 10, 20 അങ്ങനെ 23 വരെയൊക്കെ പോയി. പിന്നെ മനസ്സിലായി ഇനിയിപ്പോൾ അത് അങ്ങനെ ഇനിയും കുറേ കൊണ്ടുപോണ്ട. അതുകൊണ്ട് സർവീസ് ചെയ്യാൻ പോയി. ഞാൻ സർവീസ് ചെയ്തത് കോട്ടക്കൽ ലെക്സോൺ എന്നാണ്. എൻ്റെ ആദ്യ സർവീസ് KVA ടാറ്റിൽ നിന്നായിരുന്നു, വണ്ടി എടുത്ത് അവിടെ നിന്നായിരുന്നു. ബാക്കിയുള്ളപ്പോൾ 2 ഫ്രീ സർവീസിന് ചെയ്തത് കോട്ടക്കൽ ലെക്സോൺ എന്നാണ്. എൻ്റെ അടുത്താണ്. മാത്രമല്ല എനിക്ക് പൊതുവെ കേട്ടതിൽ പല സർവീസ് സെൻ്ററുകളെ കുറിച്ച് കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നിയത് എന്നെ കോട്ടക്കൽ ലെക്സോൺ സർവീസ് സെൻ്റർ തന്നെയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരികയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം അത് ലെക്സോൺ ഓക്കെയാണ്. ഇനി എന്താണ് ഈ സർവീസിൽ ചെയ്തതെന്നുള്ളതാണ്. ഇപ്പം എൻ്റെ AC ഫിൽറ്ററാണ് ഈ സർവീസിൽ മാറ്റി. 2 ഫിൽറ്റർ മാറ്റി. ഒരു AC ഫിൽറ്ററിന് 844 രൂപയും മറ്റൊന്നിന് 919 രൂപയുമാണ്. അങ്ങനെ 2 ഫിൽറ്ററാണ്. ആകെ 1763 രൂപയുടെ AC ഫിൽറ്റർ ചേഞ്ചിങ് ചെയ്തു. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് വീൽ അലൈൻമെന്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈ വീൽ അലൈൻമെന്റ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കമ്പനിയിൽ നിന്ന് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എനിക്കിന്നത് വലിയൊരു ഗുണമാണ് കിട്ടിയത്. ഞാൻ 12,000 വീൽ അലൈൻമെന്റ് ചെയ്തിരുന്നു, പുറത്തുനിന്നാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് ശേഷം നമ്മുടെ നാട്ടിലെ റോഡുകൾ, പ്രത്യേകിച്ച് ഞാൻ പെങ്ങളെ വീട് വെള്ളിയിലാണ്. അപ്പോൾ വെള്ളില പിന്നെ പെരിന്തമണ്ണ, ആനക്കയം പെരിന്തമണ്ണ റോഡുണ്ടല്ലോ, വളരെ മോശമായി കിടക്കുകയാണ്. അപ്പോൾ ആ റോട്ടിൽ വലിയ വലിയ കുഴികൾ, അത് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കെട്ടിക്ക് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ നല്ലൊരു കുഴിയിൽ അമ്മാണ് ചാടി, നല്ല ചാട്ടം ചാടി. അങ്ങനെ സർവീസിനുണ്ടായപ്പോൾ അവർ അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അലൈൻമെന്റ് ചെയ്തപ്പോൾ അതിൽ ക്യാമ്പർ എന്നുള്ള സംഭവം, ഒരു സാധനം എന്താ എനിക്ക് അറിയില്ല കേട്ടോ, കേട്ടറിവേ ഉള്ളൂ. ക്യാമ്പർ മൈനസിലാണ്, അതിൻ്റെ അലൈൻമെന്റ് തെറ്റി കിടക്കിയിരുന്നു പറഞ്ഞു. ഇപ്പം ഇവരത് അലൈൻമെന്റ് ശരിയാക്കി. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ കുഴി ചാടിയതിനു ശേഷം ഒരു 300 കിലോമീറ്റർ ഓടി. ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയറിന്റെ ഉൾഭാഗം തേഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു, ചെത്തി പോകുന്നുണ്ടായിരുന്നു. വലിയ അമിതമായ ചെത്തലല്ല, ചെറിയ ചെത്തലുണ്ടായിരുന്നു. കണ്ടാൽ മനസ്സിലാവും. അവര് ക്യാമ്പർ അഡ്ജസ്റ്റ് ചെയ്ത് അത് പിന്നെ അലൈൻമെന്റ് ക്ലിയർ ചെയ്ത് ആ ടയർ റൊട്ടേഷൻ ചെയ്ത് ബാക്ക് കിട്ടു, ബാക്കിൽ ടയർ ഫ്രണ്ട് കിട്ടിയിട്ടാണ് ക്ലിയർ ചെയ്തത്. അലൈൻമെന്റ് ചിലവായ തുക എന്ന് പറയുന്നത് അലൈൻമെന്റിന് 664 രൂപയും ബാലൻസിങ്ങിന് 531 രൂപയാണ്. അങ്ങനെ ആകെ 1195 രൂപയാണ് എനിക്ക് അലൈൻമെന്റിന് ചിലവായത്. നല്ല റേറ്റാ. 450 രൂപയ്ക്ക് പുറത്ത് ചെയ്യുന്ന അലൈൻമെന്റ് ആണ് ഈ 1195 രൂപയ്ക്ക് നമ്മൾ കമ്പനിയിൽ നിന്ന് ചെയ്തത്. പക്ഷെ സാധാരണ എല്ലാവരും വീഡിയോയിൽ പറയാറുണ്ട് കമ്പനിയിൽ നിന്ന് അലൈൻമെന്റ് ചെയ്തിട്ട് വളരെ കുടുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് നേരെ തിരിച്ചുണ്ടായ അനുഭവം കേട്ടോ. ഞാൻ ഈ അലൈൻമെന്റ് കമ്പനി ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ 2000 കിലോമീറ്റർ പിന്നെയും കഴിഞ്ഞിട്ട് അടുത്ത അലൈൻമെന്റ് ചെയ്യുള്ളൂ. കാരണം എന്താ, ഞാൻ 12,000 അലൈൻമെന്റ് ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാനുള്ളത് 16,000. അപ്പൊ ഞാൻ ഈ ചെത്തൽ വെച്ച് 16,000 കിലോമീറ്റർ വരെ പോവും. അപ്പോൾ പൈസ കൂടിയാലും ഇടയ്ക്കൊന്ന് കമ്പനിയും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ ഒരു അറിവനുസരിച്ച് ഈ ക്യാമ്പർ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ, സാധാരണ ഈ ക്യാമ്പർ അങ്ങനെ എല്ലാ വണ്ടിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സംശയമുണ്ട്. അത് മാറ്റലാണ്, കംപ്ലൈൻ്റ് ഒന്നും മാറ്റലാണ്. ഈ ടാറ്റ പഞ്ചിന് അത് അതിന് അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഉണ്ട്, നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇപ്പം ഈ തേർഡ് സർവീസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഫ്രീ സർവീസാണ്. ഫ്രീ സർവീസ് പറയുമ്പോൾ 0 നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ സർവീസ് ലേബർ കോസ്റ്റ് ഫ്രീ ആണ്, അതിന് നമുക്ക് ചിലവൊന്നുമില്ല. നമ്മൾ വണ്ടിയിൽ മാറ്റിയ പാർട്സുകൾക്ക് മാത്രമാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അങ്ങനെ എനിക്ക് ഈ തേർഡ് സർവീസിന് ഈ അലൈൻമെന്റും ഈ പിന്നെ AC ഫിൽറ്ററും പിന്നെ നമ്മളെ ചെറിയ പിന്നെ പാർട്സുകളൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഫ്ലൂയിഡൊക്കെ ഒന്ന് ഒഴിച്ച് അങ്ങനെ എല്ലാം കൂടി എനിക്ക് 3121 രൂപയാണ് ചിലവായിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഈ എമൗണ്ട് ആയിക്കോളുന്നില്ല. ഇപ്പം AC ഫിൽറ്റർ മാറ്റാത്ത മാറ്റാത്ത വണ്ടിക്കാണെങ്കിൽ അതിൻ്റെ ആ പൈസ കുറയും. അലൈൻമെന്റ് ചെയ്യാത്ത വണ്ടിക്ക് ഇത്ര പൈസ വരും. അലൈൻമെന്റ് അടക്കണം. അപ്പോൾ ഏകദേശം 1,000 രൂപ അലൈൻമെന്റ് ആണ്. അപ്പോൾ അത് 2,000 സംതിങ് വരുന്നുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന വണ്ടിയാണെങ്കിൽ അതിന്റെ ചെലവ് വേറെ വരും. അപ്പോൾ ഓരോ വണ്ടിക്കും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സർവീസ് കോസ്റ്റ് വരുന്നത്. മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബാറ്ററി 2 ടൈപ്പ് ബാറ്ററിയെ കുറിച്ച് പറഞ്ഞിരുന്നു, ഒക്ടലിയോണും ടാക്കോയും. അപ്പോൾ അതിന് ശേഷം ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ പലരും വിളിച്ചിരുന്നു. ഈ വണ്ടി അലോട്ട് ആവുന്ന സമയത്ത് ആളുകളൊക്കെ സാധാരണ നമ്മൾ വണ്ടി കാണാൻ പോകുമ്പോൾ വണ്ടി മൊത്തമായിട്ട് ഫ്രണ്ട് നമ്മൾ ആദ്യം ഒന്ന് കണ്ടു നോക്കിയ വണ്ടി ഓക്കെയാണ്.
ഇപ്പം എല്ലാവരും നേരെ വണ്ടിൻ്റെ അടിഭാഗം നോക്കണമെന്ന് പറയുന്നത്. പിന്നൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് വിളിച്ച് പറഞ്ഞാണ്, മാഷങ്ങൾ ആ വീഡിയോ ഇറങ്ങിയ ശരി വണ്ടി കാണാൻ വരുന്ന വണ്ടി ഡെലിവറിക്ക് വരുന്ന എല്ലാവരും ആദ്യം നോക്കുന്നത് വണ്ടിൻ്റെ അടിയിലൂടെ താഴേക്കാണ് നോക്കുന്നത്. ഏത് ബാറ്ററി എന്നറിയാനുള്ള ആകാംക്ഷയാണ്. ഒക്ടിലിയൻ ആണോ അതോ ടാക്കോ ആണോ എന്നറിയാനുള്ള ആകാംക്ഷയാണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ 2 ബാറ്ററി ഉണ്ട്. ടാറ്റയുടെ ടിയാഗോ ആയിക്കോട്ടെ, നെക്സോൺ ആയിക്കോട്ടെ, മറ്റ് മിക്കവാറും വണ്ടികൾക്കൊക്കെ 2 ടൈപ്പ് ബാറ്ററി ഉണ്ട്. ഈ 2 ബ്രാൻഡുകളാണ് ടാറ്റ ബാറ്ററി കൊടുക്കുന്നത്. ഇനി അതിൽ ഒക്ടലിയോണാണ് നല്ലതെന്ന് എല്ലാവരും പറയുന്നു എന്നുള്ളതാണ് ഒരു വിഷയം വരുന്നത്. പക്ഷേ ഒക്ടലിയോണിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്, ടാക്കോക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുണ്ട്. ഇപ്പൊ ടാക്കോയുടെ ഒരു പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് റേഞ്ച് വണ്ടിയിൽ കാണിക്കുന്നത് 290 ആണെന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കൊച്ചിയിലുള്ള എബി ജോണിന്റെ വണ്ടിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ അവർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ 3 ആഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അപ്പൊ അവര് പറഞ്ഞൊരു 10 ദിവസം കൂടെ അവർ വന്നിട്ട് അതിന് ഡാറ്റ ഫുൾ എടുത്തിട്ട് മറ്റു വണ്ടികളിലേക്കും ഇത് റിലീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് ആ അപ്ഡേഷൻ നടത്തുന്നതോടുകൂടി, ആ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തുന്നതോടുകൂടി എല്ലാ വണ്ടികൾക്കും 290 പ്രശ്നം കഴിയും. എബി ജോണിന്റെ വണ്ടിക്ക് ഇന്ന് വരെ പിന്നെ ചാർജ് ചെയ്തിട്ട് 290 പ്രശ്നം ഉണ്ടായിട്ടില്ല. 350, 330, 340 ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ഓക്കെയാണ്, ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത് ടാക്കോ വണ്ടികളുടെ ഗുണം എന്ന് പറയുന്നത്, ടാക്കോ വണ്ടികൾക്ക് നമ്മളെ റേഞ്ച് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒക്ടലിയോണിന് റേഞ്ച് ഡ്രോപ്പ് വിഷയം വന്നാൽ, അതാണ് നമ്മൾ ആദ്യം വരുന്ന വിഷയം, അത് വന്നാൽ അവർ വന്ന് പല പ്രാവശ്യം പരിശോധിച്ച് പലവട്ടം അവർ അതിന് ചെക്ക് ചെയ്തിട്ടൊക്കെ അവർ അതിൽ മാറ്റം ബാറ്ററി പരിഹരിച്ചു തരുന്നുള്ളൂ. ഡിലേ 2-3 മാസം വരെയൊക്കെ ഡിലേ വരും എന്നാണ് പറയുന്നത്. എന്നാൽ ടാക്കോക്ക് ആ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പോസിറ്റീവ് അതിനുണ്ട്. ഇനിയിപ്പോൾ 290 വിഷയം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ കാണുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, AECയുടെ ഒരു കുറവ് കാണുന്നില്ല. അതെല്ലാവരും ഒന്ന് ഈ വീഡിയോ കാണുന്നത് കമന്റ് ചെയ്യുക. ഈ ടാക്കോ വണ്ടികളുടെ AEC 100ന്റെ താഴേക്കൊന്നും ഒരിക്കലും പോരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ റേഞ്ച് 420 വരെ കിട്ടിയ ആളുകളുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിൽ ഉള്ളോടെ പറയാൻ കാരണം, ആ ഗ്രൂപ്പിൽ വരുന്ന വിഷയമാണ്. അതിൽ അന്വേഷിച്ചപ്പോൾ 420 വരെ ACയിൽ റേഞ്ച് കിട്ടിയ ആളുകൾ ടാക്കോയിലുണ്ട്. 420 വരെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒക്ടലിയോണിന് 450 വരെ കിട്ടിയവരുണ്ട്. അപ്പൊ ആ ഒരു 10-20 കിലോമീറ്ററിന്റെ മൈലേജ് വ്യത്യാസമാണ് ഇപ്പൊ ഇതിൽ കണ്ട ഒരു പ്രധാന വിഷയം. AEC ഒക്ടലിയോണിന് എന്റെ വണ്ടിക്ക് തന്നെ പലപ്പോഴും 60 മുതൽ 100-നുള്ളിൽ പലപ്പോഴും വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുപ്പൂർ പോയപ്പോൾ അതിന്റെ ഒരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. ആ തിരുപ്പൂർ പോയപ്പോൾ AEC 60 മുതൽ 100ന്റെ താഴെ വരെ നിന്നിട്ടുള്ളത്. അപ്പൊ അത് ഈ ടാക്കോ വണ്ടികൾക്ക് AEC അത്ര കുറയുന്നില്ല. ഇനിയിപ്പോൾ അതും നമ്മളൊരു വിഷയമായിട്ട് അവരോട് പറയുന്നുണ്ട്, പറഞ്ഞിട്ട് അത് പരിഹരിക്കപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വണ്ടി ഡെലിവറി സമയത്ത് അത് ഒക്ടലിൻ ആയിക്കോട്ടെ, ടാക്കോ ആയിക്കോട്ടെ, അതൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അത് വെച്ച് ഡെലിവറി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ടാക്കോക്ക് ഗുണങ്ങളും ഉണ്ട്. ടാക്കോ എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് സർവീസൊക്കെ ഒന്നും കൂടെ ഈസി ആവുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഈ വണ്ടി ഡെലിവറി സമയത്ത് ഒരു വിഷയം വരേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു വിഷയം നമ്മുടെ ഗ്രൂപ്പാണ്. ഞാൻ ഈ ഒക്ടലിയോൺ ബാറ്ററിയുടെ ആ വിഷയം പറഞ്ഞോടുകൂടി, കഴിഞ്ഞ വീഡിയോ വന്നോടുകൂടിയാണ് ഗ്രൂപ്പിൽ കുറേ ആളുകൾ ജോയിൻ ചെയ്തു. ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലെ എണ്ണം 400 കടന്നിട്ടുണ്ട്. ഇത് 5 EV ഫേസ് ലിഫ്റ്റ് 2026 ഇറങ്ങിയ മോഡലിൻ്റെ ഓണേഴ്സ് മാത്രമുള്ള ഗ്രൂപ്പാണ്. ബുക്ക് ചെയ്തവരുടെ ഗ്രൂപ്പല്ല. വണ്ടി ഡെലിവറി കയ്യിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. ഞാൻ തുടങ്ങിയ ഗ്രൂപ്പാണ്, പക്ഷെ ഇപ്പം അതിന് ഞങ്ങൾ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ 7 ആൾ അതിന് അഡ്മിൻ ഉണ്ട്. അപ്പോൾ അഡ്മിന്മാരാണ് ഇപ്പോൾ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നത്. കാരണം എനിക്ക് തിരക്കാണ്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല. വീഡിയോ തന്നെ ചെയ്യുന്ന എണ്ണം പറ്റ കുറഞ്ഞു. കാരണം നമ്മൾ തിരക്കാവുന്നതിനനുസരിച്ച് അപ്പോൾ വീഡിയോയുടെ എണ്ണം കുറയാൻ അത്ര വലിയ ഇൻഫ്ലുവൻസർ ഒന്നുമല്ല. നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഈ യൂട്യൂബർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ അനുഭവങ്ങൾ, 5 EVയുമായി ബന്ധപ്പെട്ട് എൻ്റെ അനുഭവങ്ങൾ, അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം അതിൽ ഈ ഗ്രൂപ്പിലേക്ക് ചേരണമെന്ന് ആഗ്രഹമുള്ള ഫേസ് ലിഫ്റ്റ് വണ്ടി കയ്യിലുള്ള ആളുകൾ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ സാധാരണ എല്ലാവരും പറയുന്ന നമ്പർ അങ്ങനെ കൊടുക്കരുത് പറയാറുള്ളത്. പക്ഷെ ഞാൻ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, അല്ലാതെ ഈ ഗ്രൂപ്പിൽ ചേരാൻ മെസ്സേജ് അയച്ചത് നോക്കാൻ നമ്മൾ കാണുന്നില്ല, സമയം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ട് കണ്ടു. അയാളുടെ അഭിപ്രായമാണ്, മാഷ് ഭയങ്കര ജാടയാണ്, മെസ്സേജ് അയച്ചിട്ട് കാണുന്നില്ല. ഞാൻ എൻ്റെ ഒഴിവ് സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് എൻ്റെ ക്ലാസ് സമയത്ത് വർക്ക് സമയത്ത് ഞാൻ അത് നോക്കാറില്ല, തൊടാറില്ല. എപ്പോഴേ ചെയ്യുള്ളൂ, നമുക്ക് എപ്പോഴാണോ ഒരു ഒഴിവ് കിട്ടുന്നത്, ശനിയോ ഞായറോ അങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ മാത്രമേ ഞാൻ കൂടുതൽ ഇത് നോക്കാറുള്ളൂ. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും തിരിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഗ്രൂപ്പിൽ പരമാവധി ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വണ്ടി എടുത്ത കയ്യിലുള്ള, അത് വെരിഫൈഡ് ഗ്രൂപ്പാട്ടോ, ചെക്ക് ചെയ്തിട്ട് തന്നെ ആളെ ആഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ വണ്ടി ആ കസ്റ്റമർ ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അഡ്മിന്മാരുണ്ടല്ലോ, അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ആ നമ്പറിൽ
നമ്പർ ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ എനിക്ക് എന്താ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. അതൊന്നും ഇപ്പോൾ നമ്പറിൽ കൊടുത്തിട്ട് എന്തായാലും ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ വണ്ടിയുടെ ഒരു ഫോട്ടോ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം. നമ്പറൊക്കെ വെരിഫൈ ചെയ്തിട്ട് RC ഓണർ വെരിഫൈ ചെയ്തിട്ടാണ് ഗ്രൂപ്പിൽ അവർ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉള്ളവർ മാത്രം വെറുതെ സമയം കളയാതെ ഉള്ളവർ മാത്രം ഇതിൽ മെസ്സേജ് ചെയ്യാം. എന്തുകൊണ്ട് EV ഗ്രൂപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ഞാൻ 5 6 വണ്ടിയാണ് EV എടുത്തുള്ളത്. ഞാൻ ഇതിന് മുന്നേ ഇന്നോവ ഉപയോഗിച്ചു, ടാറ്റൻ്റെ തന്നെ ഇൻഡിക്ക ഉപയോഗിച്ചു, ഇൻഡിക്ക വിസ്റ്റ ഉപയോഗിച്ചു, വാഗണാർ ഉപയോഗിച്ചു. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച വണ്ടികളാണ്. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു വണ്ടിക്ക് വേണ്ടിയും ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ആ വണ്ടി കൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാൽ EV വണ്ടിയെ കുറിച്ച് അങ്ങനെയല്ല. EV വണ്ടി ഉണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ നിർബന്ധമാണ്. കാരണം വെച്ചാൽ കുറേ സംശയങ്ങളാണ്, പല 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 പ്രശ്നങ്ങളാണ്. ചാർജിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ പല പ്രശ്നങ്ങൾ, പല സംശയങ്ങൾ. ഇപ്പോൾ ഈ ഓരോ ലൈറ്റ് കത്തുമ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് EVയിൽ. അപ്പോൾ അതുകൊണ്ടാണ് EV വണ്ടികൾക്ക് ഒരു ഗ്രൂപ്പ് നിർബന്ധമാണ്. ആ ഗ്രൂപ്പിൽ നമുക്ക് പല സംശയങ്ങളും, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ സംശയം ചോദിക്കുന്നുണ്ട്, നമുക്ക് തന്നെ തോന്നുന്നത് ഇത്ര നിസ്സാരമാണല്ലോ. പക്ഷേ അവർക്ക് അറിയില്ല. ഇപ്പം എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ അത് ഉപയോഗിച്ചപ്പോൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഈ EV ഗ്രൂപ്പ് ഇങ്ങനെ എല്ലാവരും അതിൽ ചേരുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ല മറ്റൊരു വണ്ടിക്കും ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായിക്കോളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫുൾ ഓപ്ഷൻ വണ്ടികൾക്ക് ഇവർ ചില ഓപ്ഷൻ തരുന്നില്ല. മറ്റുള്ള അഡ്വഞ്ചറിനും സ്മാർട്ട് പ്ലസിനൊക്കെ പ്രത്യേകിച്ചുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗൂഗിൾ മാപ്പിലെ ബാറ്ററി ചാർജ് അത് കാണിക്കുന്നതാണ്. നമ്മൾ കിലോമീറ്റർ കാണിക്കുന്നതിനൊപ്പം തന്നെ എത്ര % ബാറ്ററി ബാലൻസ് ഉണ്ടാവും കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് പല പ്രാവശ്യം ടാറ്റയുമായി ബന്ധപ്പെട്ടിട്ടും നമുക്കത് തരുന്നൊരു യാതൊരു ഇതും കാണുന്നില്ല. കാരണം വെച്ചാൽ അവർ പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ എവിടെ പോലും ഒരു പരസ്യത്തിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിലോ അങ്ങനെ ഒരു സ്ഥലത്തും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഓപ്ഷൻ ഈ വണ്ടിക്ക് ഉണ്ടെന്ന് പറയുന്നില്ല. അത് ആകസ്മികമായിട്ട് വന്നതാണ്. അപ്പോൾ അറിവനുസരിച്ച് ഒരു പക്ഷേ അഡ്വഞ്ചർ പ്ലസിലെയും സ്മാർട്ട് പ്ലസിലെയും ആ ഒരു ഓപ്ഷൻ ചിലപ്പോൾ തുടർന്ന് വരുന്ന ഒരു അപ്ഡേഷനിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുത്താൽ പോലും നമുക്ക് അവരോടൊന്നും പറയാൻ വയ്യ. പക്ഷെ എനിക്ക് ടാറ്റയോട് പറയാനുള്ളത്, നിങ്ങൾ ഏതായാലും ഓപ്ഷൻ തന്നല്ലോ, എന്നാൽ ഞാൻ M80+ തരുന്നില്ല, വേണ്ട, തരണ്ട. പക്ഷെ ഇപ്പോൾ ഉള്ള വണ്ടികളിൽ നിന്ന് ആ ഓപ്ഷൻ എടുത്ത് കളയരുത് എന്നൊരു അഭ്യർത്ഥന എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഉള്ള സൗകര്യം പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ അത് കിട്ടിക്കൊണ്ടിരുന്ന സാധനം കിട്ടാതാകുമ്പോൾ അതിന് വിഷമം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ലേ വേണ്ട, മറ്റു വണ്ടിക്ക് തരുന്നില്ലേ വേണ്ട, ഉള്ളതിന്ന് ഒഴിവാക്കാതിരുന്നാൽ നന്നായിരുന്ന ഒരു അഭിപ്രായമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കൊണ്ട് ചില ചെറിയ മാറ്റങ്ങൾ നമ്മൾ അങ്ങനെയുള്ള പറയാം, ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ള പറയാം. അപ്പം അങ്ങനെ ചെറിയൊരു മാറ്റം സംഭവിച്ചത് സന്തോഷം അറിയിക്കുന്നത് വെച്ചാൽ നമ്മളെ രണ്ടാമത്തെ വണ്ടി എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഗോകുലം മോട്ടോഴ്സിൽ നമുക്കൊരു കേക്ക് പോലും മുറിച്ചില്ല എന്നൊരു പരാതി ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, എന്നെ വിളിച്ചിരുന്നു, മാഷേ ഞാൻ ഗോകുലത്ത് വണ്ടി എടുത്തു, അപ്പോൾ അവിടെ കേക്ക് മുറിക്കൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു സന്തോഷം അവർ പറഞ്ഞു. അപ്പം ഞാൻ സലീമയെ വിളിച്ചു. അപ്പോൾ സലീം പറഞ്ഞു, ആ മാഷെ ഞങ്ങളെ വീഡിയോ ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങളത് ആ ഒരു വീഡിയോ വന്നതോടുകൂടി അതിൽ പറയുന്ന ആ ഒരു പ്രശ്നം, അതായത് കേക്ക് മുറിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഞങ്ങൾ മാനേജ്മെന്റ് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊടുക്കുന്ന പുതിയ വണ്ടികൾക്കൊക്കെ ഞങ്ങൾ കേക്ക് മുറിച്ച് ആ ഒരു സന്തോഷം അവരോട് പങ്കുവെക്കുന്നുണ്ട് എന്ന് അവർ സലീമ പറഞ്ഞു. എനിക്ക് സന്തോഷമായി. കാരണം വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് കിട്ടിയില്ല, ഇനി വരുന്നവർക്കെങ്കിലും കിട്ടിയല്ലോ. പിന്നെ എനിക്ക് അവരോട് പറയാനുള്ളത്, അതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടെ ചെയ്താൽ വളരെ നന്നായി. ഒരു വീഡിയോ കൂടെ നിങ്ങൾ അവർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, നിങ്ങളുടെ ചാനലിൽ ഇടുന്നതും സന്തോഷം ഉണ്ടാകുന്ന കാര്യം മാത്രം ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഹാപ്പിയാണ് ആ ഒരു വിഷയത്തിൽ. 5GB ബുക്കിംഗ് ടൈം വീണ്ടും കൂടി വരിക കേട്ടോ. വണ്ടി പല നെഗറ്റീവുകൾ പറഞ്ഞിട്ടും പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും ജനങ്ങൾ സാധാരണക്കാർ ഇപ്പോഴും 5GB തന്നെയാണ് അതിലേക്ക് തന്നെ വരുന്നത്. കാരണം വിലയാണ്, ആ ഒരു റേഞ്ചിന് കിട്ടുന്ന ഒരു അത്രയും റേഞ്ചും ആ പ്രൈസും ഇതന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. പിന്നെ എല്ലാ EVകൾക്കും പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായിക്കാൾ ചെല്ലുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ, എല്ലാം പരാതികളുണ്ട്. അപ്പം പിന്നെ നമ്മൾ വെറുതെ അത്ര പൈസ കൊടുത്ത് പരാതി കേൾക്കണ്ടല്ലോ. അതുകൊണ്ടാണ് പലരും ടാറ്റയിലേക്ക് തന്നെ വരുന്നത്. ഞാൻ ഈ വീഡിയോ അവസാനത്ത് വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കോട്ടക്കൽ പോകുന്നുണ്ട്, കോട്ടയം സർവീസ് സെന്ററിൽ പോകുന്നുണ്ട്. എനിക്ക് വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ കസ്റ്റമർ കെയർ മാനേജർ ജംഷീദ്, നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ആ വീണ്ടും പേരൊന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കസ്റ്റമർ കെയർ മാനേജർ ജംഷീദ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഈ ഒക്ടോലിയം ബാറ്ററിയെ കുറിച്ചും അതുപോലെ നമ്മുടെ ടാക്കോ ബാറ്ററിയെ കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചു. എല്ലാം വളരെ ഡീറ്റെയിൽ, പഴയ സ്റ്റാഫ് വന്നിട്ട് വളരെ ഡീറ്റെയിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചോദിക്കുന്ന ഓരോ സംശയങ്ങൾക്കും മൂപ്പര് കൃത്യമായിട്ട് മറുപടി ഉണ്ട്. എന്നാൽ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എന്നോട് എല്ലാവരും ആവശ്യപ്പെട്ടു ഈ വീഡിയോ ഉൾപ്പെടുത്തണം പറഞ്ഞ കാര്യമാണത്. പലപ്പോഴും പല സർവീസ് സെന്ററും ചില സമയത്ത് കസ്റ്റമേഴ്സ്, നമ്മൾ വണ്ടി സെയിൽസ് സ്റ്റാഫിനെ പറയാം, അവർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ, ഈ ഒരു ബാറ്ററി വീഡിയോ വന്നതിന് ശേഷം പലരും ചോദിക്കുന്നുണ്ട് അവരോട്, അല്ല അങ്ങനെ 2 ബാറ്ററി ഉണ്ടല്ലോ, അപ്പോൾ ഏതാണ് ഞങ്ങൾക്ക് കിട്ടുക, എൻ്റെ വണ്ടി അത് ബാറ്ററി എനിക്ക് കിട്ടുക, ബുക്ക് ചെയ്യുമ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ, ടാറ്റക്ക് അങ്ങനെ 2 ബാറ്ററി ഇല്ല, ഒറ്റ ബാറ്ററി ഉള്ളൂ. ആരെ പറഞ്ഞു 2 ബാറ്ററി ഉള്ളതെന്നുള്ളത്, നോണ പറയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ കടന്നുരുളുകയാണ്. അപ്പോൾ അവർ പറയുന്നതാ ചില വണ്ടികൾക്ക് മാത്രമാണ്, എവിടെ
60% ഒക്ടോലിയനും 40% ടാക്കാണ് വരുന്നത്. എന്നിട്ട് അവർ പറയും ചില വണ്ടികൾക്ക് അപൂർവമായിട്ട് വരുന്നുള്ളൂ. എന്തിനാ നിങ്ങൾ ഈ നുണ പറയുന്നത്? നിങ്ങൾ ഈ ബാറ്ററിയുടെ കാര്യമൊന്നും പറഞ്ഞ് നുണ ആളുകളെ പറഞ്ഞ് പറ്റിക്കണ്ട. എന്തിനാ പറ്റിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയൂ, പറഞ്ഞ് ബോധ്യപ്പെടുത്തൂ. 2 ബാറ്ററി ഒരേപോലെയാണ്, കുഴപ്പമൊന്നുമില്ല, എന്റെ കാരണം സഹിതം പറഞ്ഞു കൊടുക്കൂ. ഇത് ഞാനാണോ വീഡിയോയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫ്, ടാറ്റയുടെ സെയിൽസ് സ്റ്റാഫിന് ഓരോ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ ഒക്കെ കണക്കാ കാര്യത്തിൽ, ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലേ? 2 ബാറ്ററിയാണ്, അതിൽ ഇങ്ങനെയൊക്കെയാണ്, ഈ ബാറ്ററി ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന ദോഷങ്ങളുണ്ട്, ഈ ബാറ്ററി ഇന്ന ദോഷമുണ്ട്. അങ്ങനെ ആളെ ബോധ്യപ്പെടുത്തിയിട്ട് ഒരു വണ്ടി എടുക്കാൻ കൊടുക്കണം. അല്ലാതെ നുണ പറഞ്ഞു കാണ്ട് അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടല്ല നിങ്ങളെ വണ്ടി കൊടുക്കേണ്ടത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്, ഈ ടാറ്റയെ കുറിച്ച് ഇപ്പൊ ഈ വീഡിയോ പലരും പണ്ടമാന ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ടാറ്റയെ കുറിച്ച് ഒരാളൊരു വണ്ടി എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ റിവ്യൂ നോക്കിയിട്ട് തന്നെയാണ് വരുന്നത്. കാണിച്ചു കൊടുക്കുക അതാണ് 2 ബാറ്ററി. എന്തിനാ ഞങ്ങൾ വെറുതെ മറച്ചു വെക്കണത്? ഞങ്ങളുടെ കയ്യിലുള്ള സാധനമല്ല, ഇല്ല പറഞ്ഞത് കാര്യമുള്ളത്, ഞങ്ങൾ കാണുന്ന സാധനമുള്ളത്. വണ്ടികളെ കയ്യിൽ ഇറങ്ങി ഞങ്ങളത് കഴിഞ്ഞു, പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള വണ്ടി ഉള്ളത്, പിന്നെ നോണ പറയേണ്ട ആവശ്യമുണ്ടോ? അതേപോലെ തന്നെ സർവീസ് സ്റ്റാഫിനോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും വണ്ടിയുടെ പരാതി പറയുന്ന സമയത്ത് ഇപ്പൊ 290 പരാതി പറയുമ്പോൾ നിങ്ങൾ എന്താ പറയണത്? ഏയ് ആര് പറഞ്ഞു? അങ്ങനെ പ്രശ്നമില്ല. എന്തില്ലാന്നാ പറയുന്നത്? എത്ര വണ്ടിക്കാണ് പ്രശ്നമുള്ളത്? മിക്ക വണ്ടിക്കാ പ്രശ്നമല്ലേ? അപ്പൊ ഓരോരോ പരാതി സർവീസ് സെന്ററിൽ വരുമ്പോ ഇത് ഈ വണ്ടിക്ക് ആദ്യമായിട്ട് അതൊന്നും അറിയാത്ത പോലെ എന്താ അഭിനയം, അങ്ങനെ ഉണ്ടോ? 290 ആര് പറഞ്ഞു? ഇങ്ങനെ ഓരോരോ നുണ എന്തിനാ പറയുന്നത്? നിങ്ങൾ സർവീസ് സ്റ്റാഫിന് കൃത്യമായി ടാറ്റ നിർദ്ദേശം നൽകുന്നില്ലേ? നിങ്ങൾക്ക് ആ വണ്ടിയെ കുറിച്ച് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അഭിനയിക്കുകയാണ്. അവനെ ചെയ്യുന്ന ജോലിയെ കുറിച്ച് കൃത്യമായി പഠിക്കണ്ടെങ്കിൽ എന്നിട്ട് ആ കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കണം. അത് ഇങ്ങനെ പരിഹരിക്കാതെ പറഞ്ഞു കൊടുക്കണം. നുണകൾ പറഞ്ഞു പറ്റിക്കരുത്. പിന്നെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് വെച്ചാല്, നിങ്ങൾ പിന്നെ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് 2 ബാറ്ററി ആയാലും ടെൻഷൻ ആവണ്ട. എൻ്റെ അടുത്ത് 2 ബാറ്ററി ഉണ്ടല്ലോ, 2 വണ്ടിന്റെ അടുത്ത് 2 ബാറ്ററി ടാക്കോയുടെ ഒക്ടലിനും ഉണ്ട്. അതിന് ടെൻഷൻ ആവണ്ട. രണ്ടും മോശമല്ല, അങ്ങനെ വലിയ പരാതിയുള്ള ബാറ്ററികളല്ല. ചെറിയ ചെറിയ മൈന്യൂട്ടായ പ്രശ്നങ്ങളാണ്. അതിപ്പോൾ EV വണ്ടികൾക്ക് സ്വാഭാവികമാണ്. ഈ EVക്ക് എന്നല്ല, നിങ്ങൾ ഏത് EV എടുത്താലും അതിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബാറ്ററി ടാക്കോട് ചേർത്ത് വണ്ടി എടുക്കാതിരിക്കേണ്ട, ഒരു കുഴപ്പമില്ല. ടാക്കോ ബാറ്ററിക്ക് അതിൻ്റെതായ പെർഫെക്ഷനും ഗുണങ്ങളും ഉണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് ഒക്ടോലിയൻ തന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം രണ്ടും ടാറ്റ ഇറക്കുന്നതാണ്. അല്ലെങ്കിൽ ടാറ്റ ടാക്കോ അല്ലെങ്കിൽ ഒക്ടോലിയ ഏതൊന്നും ഒഴിവാക്കണം, അതില്ലല്ലോ, രണ്ടും വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് നോക്കണ്ട, നമുക്ക് 2 ബാറ്ററി ഓക്കെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ടാക്കോ ഒക്ടോലിയൻ 2 ബാറ്ററിയുടെയും കംപ്ലൈന്റ് പറയുന്നത് നേരത്തെ ഉള്ള വണ്ടികൾക്കാണ്. നമ്മുടെ ഈ പുതിയ പ്രിസ്മാറ്റിക് ബാറ്ററി വന്നതിന് ശേഷം കാര്യമായി കംപ്ലൈന്റ് വന്നിട്ടില്ല. രണ്ടിനും വന്നിട്ടില്ല, ടാക്കോക്കും വന്നിട്ടില്ല, പിന്നെ ഒക്ടോലിയനും വന്നിട്ടില്ല. ഇപ്പൊ പുതിയ ഞാൻ കൃത്യമായി അന്വേഷിച്ചാണ്, പുതിയ വണ്ടികൾക്ക് കംപ്ലൈന്റ് വരുന്നില്ല. പഴയ ബാറ്ററിയിൽ ചില കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അവർ പരീക്ഷിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബാറ്ററിയുടെ വിഷയം വെച്ചൊന്നും ആരും ടെൻഷനായിട്ട് വണ്ടി മാറ്റാൻ നിൽക്കണ്ട, വണ്ടി എടുക്കാതിരിക്കണ്ട. ഒരു കുഴപ്പമില്ല, നല്ല വണ്ടിയാണ് എടുക്കാം. പിന്നെ EV എടുക്കുമ്പോൾ ചെറിയ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ EV എടുക്കാൻ ശ്രമിക്കുക. വെറുതെ എടുത്തതിന് ശേഷം കുടുങ്ങി എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും, അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ്. പിന്നെന്താണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ എണ്ണ അടിക്കുന്ന കണക്കൊക്കെ, ഞാൻ നല്ല പമ്പിൽ ചെന്ന സമയത്ത്, ഞാൻ നല്ല വാഗണറിൽ എണ്ണ അടിക്കാൻ പോയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ 114 പെട്രോള്, 103 ഡീസൽ, 101 CNG. ആലോചിച്ച് നോക്കണം, 60-70 CNG 101 റുപ്യ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഈ ഇലക്ട്രിക് ഓക്കെയാണ്. ഇനി ഇലക്ട്രിക്കിന് ഇതേപോലെ ചാർജ് ക്രമാതീതമായി വർദ്ധിക്കുമെന്ന് എനിക്കറിയില്ല, എത്ര വർദ്ധിച്ചൊരു പരിധി ഉണ്ട്. അപ്പം അതുകൊണ്ട് EV വണ്ടി എടുക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വണ്ടി എടുക്കാൻ. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും എനിക്ക് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ധൈര്യത്തിൽ കമന്റ് ചെയ്യാം. എനിക്കൊരു എതിർപ്പില്ല, ഞാൻ ഏത് കമന്റും സ്വീകരിക്കുന്നുണ്ട്. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കമന്റ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓണ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.